ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തായാലും ഡിന്നറൊക്കെ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് മാവ് കുഴക്കവും പഴുത്തോ ഒന്നും ചെയ്യാതെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ വറുത്തതാണെങ്കിലും വറുക്കാതായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അടുത്തത് 1 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക. തൈര് എടുക്കുമ്പോൾ ഓവർ പുളിയുള്ള തൈര് എടുക്കണ്ട കേട്ടോ, കുറച്ച് ലൈറ്റ് പുളിയായിട്ടുള്ളത് മതി. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കപ്പിലാണോ റവ ഇളക്കുന്നത് ആ സെയിം പാത്രത്തിൽ തന്നെ വേണം തൈര് എടുക്കാനായിട്ട്. ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തൈരും റവയൊക്കെ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടണം. അപ്പോൾ ഇതുപോലത്തെ ഒരു വിസ്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലതാണ് കേട്ടോ, ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ റവയും തൈരും ഒക്കെ അളന്ന് സെയിം കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കണേ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് ഇതിലേക്കായിട്ടുള്ള ഒരു സിമ്പിൾ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഉണ്ടാക്കുക കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഏത് രീതിക്കും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ രീതിക്കാണ് ഇന്ന് കാണിച്ചു തരുന്നത്. പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു സാധാ ഫില്ലിംഗ് ആണ് കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലേക്ക് ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അടുത്തായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1-2 വറ്റൽമുളക്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്തിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഉഴുന്ന് പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നിടയ്ക്ക് ഫില്ലിംഗ് ഒന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് മൂപ്പിച്ചെടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് ആ ഒരു ഉഴുന്ന് പരിപ്പിൻ്റെ ഒക്കെ കളർ ചെറുതായിട്ട് മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. ഈ ഒരു സമയത്ത് നമുക്കൊരു അല്പം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ തന്നെ വെയിറ്റ് ചെയ്യാം. സവാള ഇത്രത്തോളം വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിന് വെളുത്തുള്ളി ആവശ്യമില്ല കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതുപോലെ വട്ടത്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 3 ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തത് നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പാർ പൊടി ഇഷ്ടമില്ലെങ്കിൽ വേണ്ട കേട്ടോ. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും അങ്ങനെയൊക്കെ ചേർത്തിട്ട് ഫില്ലിങ് റെഡിയാക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ് ഈ ഒരു സ്നാക്കിൽ റെഡിയാക്കിയാലാണ് ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊരു സിമ്പിൾ ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ വേറെ പൊടികളും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല. ഇനി അടുത്തത് ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കുറച്ച് മഞ്ഞളും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് നല്ലപോലെ ഉടച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ സവാളയും മസാലപ്പൊടിയൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് കുറച്ച് അധികം തന്നെ മുളക് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണേ. കാരണം വേറെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ മസാലയ്ക്ക് കുറച്ചൊരു സ്പൈസി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ.
ഗരം മസാലപ്പൊടി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് ഈ മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു സ്നാക്ക് സ്റ്റീം ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് വേവിച്ചെടുക്കാൻ പോകുന്നത് ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ്. അതുകൊണ്ട് ആ ഒരു സ്റ്റീൽ ഗ്ലാസ് നീളമുള്ള ഷേപ്പ് ആയതുകൊണ്ട് നീളത്തിൽ ഞാൻ ഉരുട്ടിയെടുത്തിട്ട് വെക്കുകയാണ്. അപ്പോൾ മുഴുവനും ആ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ഇതിൽ വറ്റൽമുളക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അതിന് ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ അതിൻ്റെ ഫ്ലേവറൊക്കെ എന്തായാലും ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അത് ആവശ്യമില്ല. നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എല്ലാം സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം മോൾക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് കടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇത് മുഴുവനും ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഏതാണ്ട് 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. അഥവാ ഇതിലും കുറച്ചുകൂടി കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു 1-2 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ഇതിലേക്ക് 2-3 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സോഡ ചേർക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ചി ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. കാരണം റവ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ പെട്ടെന്ന് ഉറക്കുന്ന സാധനം. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്, സ്റ്റീൽ ഗ്ലാസ്. അപ്പം നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ബൗൾ പോലത്തെ ചെറിയ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ പല ടൈപ്പ് മോൾഡൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ട് കാണിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഗ്ലാസ്സിലാണ് ഞാൻ ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് ഓയിലൊന്ന് ക്രീസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടില്ല, അവിടെ പറ്റിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാവിൽ നിന്ന് ഈ ഒരു ഗ്ലാസിൻ്റെ പകുതി വരെയായിട്ട് നിങ്ങൾക്ക് എത്ര സൈസിൽ ഈ ഒരു സ്നാക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു പകുതി ഭാഗത്തോളം ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടാറ്റോൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക, ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട്. എന്നിട്ട് ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ വീണ്ടും കുറച്ചുകൂടി മാവ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുകയാണ്, മാവ് നല്ല ടൈറ്റ് ആവാനും പാടില്ല, ഒത്തിരി ലൂസാവാനും പാടില്ല. അതിനനുസരിച്ചിട്ട് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യണേ. കാരണം എല്ലാ റവക്കും ഒരേ രീതിക്കല്ല വെള്ളത്തിൻ്റെ അളവുണ്ടാവും. അതുകൊണ്ട് എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഇതന്നെ എൻ്റെ കയ്യിൽ ഇതുപോലെ 3 ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ 3 ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് സ്റ്റീമറിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളക്കണം വെള്ളം. നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഇതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 15 to 20 മിനിറ്റാണ് കേട്ടോ വേവിൻ്റെ ടൈം എന്ന് പറയുന്നത്. കാരണം എല്ലാവരുടെ ഫ്ലെയിമൊന്നും ഒരുപോലെ ആയിരിക്കണില്ല. അതുകൊണ്ട് 15 മിനിറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ അടപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്യുക വെന്തോന്നുള്ളത്. കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പൊങ്ങി വരും സ്റ്റീം ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് വിരൽ കൊണ്ടൊക്കെ തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം ഗ്ലാസ്സിൽ നിന്ന് ഇത് വെടിയിച്ചെടുക്കുക കേട്ടോ. ഇപ്പം നല്ലപോലെ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ സൈഡൊക്കെ കണ്ടില്ല, ഗ്യാപ്പ് വരും കേട്ടോ ചൂടാറുന്ന സമയം കൊണ്ട് തന്നെ. ഇപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും, കാരണം ഓയിലൊക്കെ നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. നിങ്ങൾക്കിത് തനിയെ വേണ്ടിയിട്ട് കഴിക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്യാനാണേ. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ മുളക് പൊടിയാകുമ്പോൾ ഒരുപാട് എരിവായി പോകും, അപ്പോൾ കാശ്മീരി മതി. അടുത്തത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ ഇതിന് വേണ്ടത്. ഈ ഒരു മുളകിൻ്റെ മിക്സ് നമുക്ക് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചായിട്ട് മാത്രം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, നോക്കിയിട്ട്. ഇതായിപ്പോൾ ഈ ഒരു ലൂസിനാണ് നമ്മൾ ബാറ്റർ കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നന്നായിട്ട് ഇതിലേക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാ സൈഡും നന്നായിട്ട് മുങ്ങിക്കിട്ടണേ. ഇത് നിങ്ങൾ കളർ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര സ്പൈസി ആയിരിക്കും, പക്ഷെ ഓവർ എരിവൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കാശ്മീരി അല്ലേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് സമയം വെച്ചിട്ട് ഉണങ്ങിയെടുക്കുന്ന രീതിയിലൊന്നും ചെയ്യണം. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മാത്രം ചെയ്തെടുത്താൽ മതി. ആ ഒരു മുളകിൻ്റെ ആ ഒരു കുത്തലൊന്ന് പോയി കിട്ടണമെന്നേ ഉള്ളൂ, മഞ്ഞളുടെ മുളകിൻ്റെ ഒക്കെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. തീ കുറച്ച് വെച്ച് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോന്നോരോന്ന് റോൾ ചെയ്തെടുക്കുന്നതാണ് നല്ലത്, കാരണം കുറച്ചൊരു വലുപ്പമുള്ള സംഭവമല്ലേ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയ ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഒരു വലുപ്പത്തിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ നല്ല ചെറിയ ഗ്ലാസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഓവർ വലുപ്പത്തിൽ. ഇനി ഇതുപോലെ സൈഡ് രണ്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ 2 സ്പൂൺ വെച്ചെടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. കണ്ടില്ലേ, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ല ചെയ്യാനായിട്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ചിക്കൻ്റെ ഒക്കെ ഫില്ലിങ്ങും കൂടിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, വേറെ ലെവൽ ടേസ്റ്റ് തന്നെയായിരിക്കും. കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നിങ്ങളെ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുക. കാരണം മുഴുവനായിട്ട് നമുക്ക് എടുത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്